വണക്കം സാർ, ചേച്ചിയില്ലേ? എന്തിനാ സാർ ഇൻസ്റ്റാൾമെന്റ് സെൽവമണി വന്നിരിക്കുന്നത് പറഞ്ഞാൽ മതി. ആഹാ, താനാണല്ലേ? ആമാ സാരി വേണ്ട. സാർ ഇനി അടുത്ത മാസം ഞാൻ കൊണ്ടുവരുവേൻ. ഞാൻ ഇപ്പൊ വന്ന് കളക്ഷനൊക്കെ തനിക്കൊന്നും വേറെ പണിയില്ലടോ. ഇല്ലേ സാർ, இந்த ഒരു പണി താൻ തെരിയും. സ്ത്രീകളെ പറ്റി ജീവിക്കാൻ നടക്കുന്നു. മേലെ സാരിയും കൊണ്ട് ഈ വീടിന്റെ വാതിക്കലെങ്ങനെ തന്നെ കണ്ടുപോയാ എന്റെ വില പറഞ്ഞിട്ടോ. അത് വൈഫ് നല്ല സാരി കൊടുക്കണത് സാറിന് ഇഷ്ടമല്ലനാ, ഇനി വേണം കൊണ്ടുവരാൻ മാട്ടേൻ. വൈഫിന് ആവശ്യമുള്ള ഞാൻ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്. തന്റെ ഒത്താശയൊന്നും എനിക്ക് വേണ്ട സാർ. இந்த கடையில இருந்து வாங்கும்போது கரண்ட் சார்ஜ் ஸ்டாஃபோட சம்பளம், கிம்பளம், சேல் டாக்ஸ், குயில் டாக்ஸ் எல்லாம் சேர்த்து நிறைய காசு ஆயிடும் சார். அங்க இருந்து ஒரு பிளவுஸ் வாங்குறத காசு கொண்டு எங்கால இருந்து ஒரு சாரி வாங்கலாம் சார். இன்ஸ்டால்மெண்ட் ஆகும்போது வாங்குறவங்களுக்கு லாபம், கொடுக்கறவங்களுக்கு லாபம், நஷ்டம். എല്ലാ മാസവും തന്റെ മോന്ത കാണണ്ടോ. കടയിൽ നിന്നാകുമ്പോ അത് വേണ്ടല്ലോ. அது சரி சார், கடையில் ஆகும்போது கடைக்காரனோட மூஞ்சி பார்த்தா போதும். பொம்பளைங்க எடுத்து கொடுக்கற கடையா இருந்தாக்கா இன்னும் அழகான மூஞ்சி பார்க்கலாம். மேடிச்ச சாரிட காசு கொடுத்தா நான் இந்த மூஞ்சி எடுத்துட்டு போறேன் சார். എത്രയാ? சேச்சுக்கிட்ட கேளுங்க, அவங்க சொல்லுவான். അവള് തന്നോളാന്ന് പറഞ്ഞില്ലേ? ഓടോ. എന്താ ചെലവം രാവിലെ പ്രശ്നം? ഒന്നുമില്ല സാർ, ചിന്ന ഒരു മൂഞ്ചി പ്രശ്നം. ഏൻ മൂഞ്ചി? താൻ ഇത്തവണ കൊടുത്ത സാരി ഉഗ്രൻ. ആ സ്റ്റഫിലെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കണം. ഓക്കെ സാർ. മോളവിടെ ഉണ്ട്, ചെന്ന് പൈസ വാങ്ങിച്ചോ. சரி சார், பாருங்க எந்த மாதிரி மூஞ்சிய பாரு. എന്തായിരുന്നു ഇന്നലെ രാത്രി ആ ഓട്ടോക്കാരനുമായിട്ടൊരു ഈശാപോശ? അത് സാറിന് എല്ലാവരും ഓർക്കാറുള്ള കാരണം തന്നെ. ഞാൻ കേട്ടു. അതൊരു ഇഷ്യൂ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങി വരായിരുന്നതാ. അതേതായാലും നന്നായി. ഞാൻ ഈ ഓട്ടോറിക്ഷ കയറാറേ ഇല്ല. വല്ലപ്പോഴും ബൈക്കിന് തകരാറ് പറ്റി ഒന്ന് കയറേണ്ടി വന്നാൽ തന്നെ 2-3 രൂപ കൂടുതൽ ചോദിച്ചാൽ ഞാനങ്ങ് കൊടുത്തേക്കും. മീറ്ററിൽ കാണുന്നതിനേക്കാൾ 5 പൈസ കൂടുതൽ കൊടുക്കരുന്നുള്ള എന്റെ ഒരു വാശിയാ. ഈ കോളേജ് ലെക്ചർമാർക്ക് വെഹിക്കിൾ വാങ്ങാൻ ലോൺ കിട്ടുമല്ലോ. സാറിന് ഒരു 2 വീലർ വാങ്ങിച്ചൂടെ? ഞാൻ എപ്പോഴും പറയും, പ്രേമേട്ടൻ കേൾക്കണ്ടേ? ട്രാൻസ്പോർട്ട് കോർപ്പറേഷനൊക്കെ ഇപ്പൊ തന്നെ നഷ്ടത്തില്ല. എല്ലാവരും വണ്ടി വാങ്ങിക്കാൻ തുടങ്ങിയാലേ അവർ കോർപ്പറേഷൻ പൂട്ടേണ്ടി വരും. ആ കണ്ടുപിടുത്തം കൊള്ളാം. വേഷത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും സാർ ഗാന്ധി ആണല്ലോ. ഞാനിവിടെ ഉണ്ട് മോളെ. ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ ഇതാ കുഴപ്പം. ഇതാ വരുന്നു, ചെല്ലട്ടെ. ഇനിയിപ്പോ രാധികയെ പോലെ ബൈക്കിന്റെ പുറകെ കയറി കറങ്ങാത്തതിന് കുറവുള്ളൂ. എന്താ പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടു. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഇവിടെ ചോട്ടി സാബ ടോർച്ചെടുത്ത് ഞാൻ പറയാം. ഒരാള് ഗേറ്റ് ചാടി അകത്തോട്ട് കയറി കയ്യോടെ പിടിക്കാലെന്ന് കരുതി ഞാനും പുറകെ കയറിയതാ. പരന്തു പൈതാഹുവാഹേ, പക്ഷെ അവൻ പൊയ്ക്കളഞ്ഞു. ആളെ മനസ്സിലായോ? ആളെ മനസ്സിലായെങ്കിൽ ഇപ്പൊ തന്നെ പിടിക്കണോ? പിന്നെ സൗകര്യം കിട്ടുമ്പോ പിടിച്ചാ പോരെ? കള്ളന്മാരുടെ ശല്യം കൂടി വരികയാണല്ലോ. ഇന്നലെ രാത്രി എന്റെ മുറിയുടെ ജനാലയ്ക്കൽ ആളനക്കം കേട്ടു. ഞാൻ പറയാഞ്ഞതാ. കുട്ടി പഠിച്ച കുട്ടിയല്ലേ? അങ്ങനെ അനക്കം കേൾക്കുമ്പോ ഹിന്ദിയിലോ മലയാളത്തിലോ വെച്ച് വെച്ചാ പോരെ? ഇംഗ്ലീഷിലോ ചോദിച്ചാലും മതി, എനിക്ക് മനസ്സിലാവും. അത് കേൾക്കുമ്പോ ഓടി ഒന്ന് പിടിക്കാലോ. ബാങ്ക് മാനേജരുടെ വീട്ടിൽ നിറച്ച് പണവും മണ്ടം ഉണ്ടെന്നായിരിക്കും കള്ളന്റെ വിചാരം. ആമനെ സാമനെ സാറ് വിഷമിക്കണ്ട, അവനെ ഞാൻ ഒതുക്കും. ഇന്ന് രാത്രി സാറിന്റെ വീടിന്റെ ഗേറ്റ് വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. സാറ് സുഖമായിട്ട് പോയി കിടന്നുറങ്ങണം. ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ല. ആഹാ, അപ്പൊ താൻ എന്നും രാത്രി ഉറങ്ങുമല്ലേ? ചുമ്മാ അല്ല കള്ളൻ ഇവിടെ വിട്ട് പോകാത്തത്. അയ്യോ, സാർ എന്നെ തെറ്റിദ്ധരിച്ചു. ഈ കത്തി അബദ്ധത്തിൽ ഉറയിൽ നിന്ന് ഊരിപ്പോയതുകൊണ്ട് ചൂട് ചോര കാണാതെ എനിക്ക് ഉറക്കം വരില്ലെന്നാ പറഞ്ഞത്. അതിനൊരു കോഴിയെ കൊന്നപ്പോഴേ പോരാ. മേരാ പിതാജി മക്കൻ സിംഗ് കി കത്തി ഹേ. മനുഷ്യന്റെ ചോര തന്നെ കാണണം. അത് കാണുന്നവരെ ഈ കത്തി ഉറക്കി വെളിയിൽ കിടക്കുന്നുണ്ട്. സാറിന് വിരോധമൊന്നും ഇല്ലല്ലോ. തന്റെ കത്തി ഉറക്കി വെളിയിലോ അകത്തോ എവിടെ കിടന്നാലും ഇവിടെ കള്ളന്റെ ശല്യം ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. സോജ സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളൂ. വാലടക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഇതാ ഗൂർഖാട് തന്നെ പണിയാന്നാ. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മോഹൻലാലിന് വേണ്ടി ശ്രീനിവാസൻ കള്ളനായില്ലേ? ശരിയാ, കള്ളന്റെ ശല്യം ഉണ്ടെന്ന് വരുത്തി തീർത്താ അയാൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാലോ. വല്യമ്മയ്ക്ക് സുധിയ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ടെറസിന്റെ മുകളിൽ നിന്ന് കയ്യും കാലം കാണിക്കുന്നത് വല്യമ്മ കണ്ടു. അതിനുള്ള ധൈര്യം സുധിക്കുണ്ടോ? കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നു. മറ്റൊമാരുടെ ഗ്യാങ്ങിപ്പെട്ടല്ലേ, വിശ്വസിക്കാൻ കൊള്ളില്ല. ബോയ് ഫ്രണ്ടിനെ കുറ്റം പറഞ്ഞ പെണ്ണിന്റെ പരിഭവം കണ്ടില്ലേ?
നീയാണോടാ പ്രവീൺ? അതെ സാർ. അവിടെ മോനെ, എന്താ? നീയാണോടാ ബാങ്ക് മാനേജർ വീട്ടിൽ പെൺകുട്ടി മാല പൊട്ടിച്ചത്? ഞാനല്ല. കള്ളം പറയുന്നോ? എവിടെ എന്റെ കൂട്ടുകാരി? ഞാൻ കാണിച്ചു തരാം സാർ. എന്റെ മോനെ കൊണ്ടുപോകല്ലേ? മോനെ കൊണ്ടുപോകല്ലേ? എനിക്കറിയില്ല സാർ. അതൊക്കെ കേട്ടു. ആരാ ഈ സുധീന്ദ്രൻ? എന്റെ ബ്രദറിലോയാ. എന്താ സാർ? അപ്പുറത്തെ കുട്ടിയുടെ മാല പൊട്ടിച്ചിട്ട് പേരിൽ ഒരു പെറ്റീഷൻ ഉണ്ട്. സുധീന്ദ്രന്റെ പേരിൽ സംശയമുണ്ട്. ഇവനാ അവനെ ജീവിക്കല്ലേ? ഇല്ല, ഇത് മോഷ്ടിച്ചിട്ടില്ല. അവനെ കൊണ്ടുപോയി. ചെല്ല് പ്രേമേട്ട. പെറ്റീഷൻ കൊടുക്കണ്ടായിരുന്നു. ഇനി ആ പ്രേമന്റെ മുഖത്തെ എങ്ങനെ നോക്കും? നോക്കി നിൽക്കാതെ ചെന്ന് രക്ഷിക്ക് പ്രേമേട്ട. ഒന്ന് ചെല്ലു പോലെ. ആ സുധി ഇറങ്ങിവിട്. ഇവന്മാര് പറയുന്നത് സത്യമാണെങ്കിലും അല്ലെങ്കിലും യഥാർത്ഥ പ്രതിയെ കിട്ടുന്നവരെ ഈ കേസുമായി അവന് ബന്ധമില്ലെന്ന് ഉറപ്പിക്കണ്ട. പിന്നെ നിന്റെ റിസ്കിൽ ഇപ്പൊ വിടുന്നതേ ഉള്ളൂ. ഈ പയ്യൻ ആളത്ര കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷെ കൂട്ടുകെട്ടൊരു അല്പം മോശമാ. ആ ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി, ഞാൻ ഹാജരായിക്കൊള്ളാം. എനിക്ക് തോന്നുന്നത് സതിയുടെ മാല പൊട്ടിച്ചത് ഏതോ ഒരു പ്രൊഫഷണൽ ക്രിമിനൽ ആയിരിക്കണം. ഹെൽമെറ്റ് വെച്ചിരുന്നത് കൊണ്ടാണ് സതിയും കൂട്ടുകാരികളും ഇവരെ തെറ്റിദ്ധരിച്ചത്. ഈ ഗാങ്ങിന്റെ പേരിൽ നേരത്തെ ഒരു പെറ്റീഷൻ ഉണ്ടായിരുന്നുകൊണ്ട് സാർ ഇവരെ സംശയിച്ചു. മരുന്ന് കച്ചവടം നിർത്തി നീ പോലീസ് ചേര്. അയ്യോ വേണ്ട, ഈ നിരപരാധികളൊക്കെ പിടിച്ചിടിക്കാൻ എനിക്ക് വയ്യ. എന്നാ സാറിയല്ലേ, ഞാൻ ആ മാലയും തപ്പി എടുക്കട്ടെ. ശരി വാ. വാ. ഇത്രയ്ക്ക് കണ്ണി ചോരയില്ലാതെ പോയല്ലോ. ഒന്നുമില്ലെങ്കിലും അവൻ എന്റെ അനിയനല്ലേ. അവന് പോലീസ് കൊണ്ടുപോയപ്പം ഓടിക്കൂടിയവർക്കുണ്ടായ വിഷമം പോലും പ്രേമേട്ടനുണ്ടായില്ലല്ലോ. ഇക്കണക്കിന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പ്രേമേട്ടൻ കയ്യും കെട്ടി നോക്കി നിൽക്കത്തേ ഉള്ളൂ. മാല വലിച്ചു പൊട്ടിക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ? ആര് വലിച്ചു പൊട്ടിച്ചെന്നാ? കൈ നിറയെ കാശ് കണ്ടേ ഞാൻ വളർന്നത്. പിടിച്ചു പറിക്കേണ്ട ഗതികേടൊന്നും എന്റെ അനിയന് വന്നിട്ടില്ല. പിന്നെ ഇവിടെ പോലീസ് വന്നത് അവന് സെക്യൂരിറ്റി നിൽക്കാനാണെന്ന് നീ വിചാരിച്ചത്? താമസമായിട്ട് മാസം 3 ആയിട്ടില്ല. അതിനുമ്പ് പെരക്കകത്ത് പോലീസ് കയറി. എന്നിട്ടും അനിയനെ ന്യായീകരിക്കുക. തെറ്റ് ചെയ്താൽ ശാസിച്ചുകൊണ്ട് ചത്തുപോത്തൊന്നുമില്ല. ശാസിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ഒരു അപകടം വരുമ്പോ കൈ ഒഴിയരുതെന്ന് പറഞ്ഞുള്ളൂ. അവള് പറഞ്ഞതുള്ളതാ. എന്തോ ആയിക്കോട്ടെ, അവനെ പോലീസുകാർ കൊണ്ടുപോയപ്പോ നീയൊന്ന് തിരിഞ്ഞു നോക്കാൻ ഞാൻ നെറുകേടായിപ്പോയി. പെണ്ണ് കേസിനും പിടിച്ചു പറിക്കൊക്കെ അകത്തായവരെ ജാമ്യത്തിലെടുക്കാൻ എനിക്ക് ഇത്തിരി ചളിപ്പുണ്ട്. ഞാനേ മാനിനായിട്ട് കഴിയുന്നൊരു കോളേജ് അധ്യാപകനാ. സ്റ്റുഡൻസിന്റെ ഇടയിൽ എനിക്കൊരു വിലയൊക്കെ ഉണ്ട്. അത് പോയാലേ പന്ത് തട്ടുന്ന പോലെ അവന്മാരെന്നെ തട്ടി കളിക്കും. മനുഷ്യന് ഉപകാരമില്ലാത്ത മാന്യത ആർക്ക് വേണം? അപ്പുറത്ത് അദ്ദേഹത്തെ കണ്ട് പഠിക്ക്. എത്രയോ വലിയ മനുഷ്യരുമായിട്ട് ബന്ധമുള്ള ആളാ. സുധി പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞ ആ നിമിഷം മാന്യത നോക്കാതെ ഓടിച്ചെന്നില്ല അവൻ ഇറക്കാൻ. ആ മനുഷ്യന്റെ കാല് കഴുകി വെള്ളം കുടിക്കണം. നീ ഇതോടെ പോന്നു വീട്ടിലേക്ക്. എന്തിന്? ഞാൻ പറഞ്ഞോ നിന്നോട് പോവാൻ? ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല, പോവാണ്. എന്റെ പൊന്നളിയ അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ. എന്തിനു നിൽക്കുന്നത്? അവൻ കാരണം ആരുടെ മാന്യത നശിക്കണ്ട. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്ക്. അതെ, കേസും പ്രശ്നമൊക്കെയായിട്ട് ഇപ്പൊ അങ്ങോട്ട് ചെന്നാലെങ്ങനെയാ? അച്ഛന് സുഖമില്ലാണ്ടിരിക്കല്ലേ? അച്ഛനെ കുറിച്ച് വിചാരമുള്ള ഒരാള് ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യനാ. ഒന്ന് പോയി കാണാന്ന് എത്ര നാളുകൊണ്ട് പറയുന്നു. അപ്പോഴൊക്കെ കുറെ മുടന്ത ന്യായങ്ങളുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സാ, ടെസ്റ്റ് പേപ്പറാ, പേപ്പർ വാല്യുവേഷനാ. ഞങ്ങളൊന്നും കോളേജിൽ പഠിച്ചിട്ടില്ലല്ലോ. അച്ഛന്റെ മുമ്പിൽ ഭർത്താവ് ചെറുതാകരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും പറയാതിരിക്കുകയായിരുന്നു. മകനൊരാപത്ത് വന്നപ്പോ മരുമകൻ സഹായിച്ച കാര്യം ഇനിയിപ്പോ അച്ഛൻ അറിയട്ടെ. എന്തിനാ നോക്കി നിൽക്കുന്നത്? ചെല്ല്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ സുലോചനെ? ഒന്നും ആലോചിക്കാനില്ലമ്മേ. കണ്ണി ചോരയില്ലാത്തവരുടെ കൂടെ ശ്വാസം മുട്ടി കഴിയാൻ അവൻ ആരോരും ഇല്ലാത്തവനൊന്നുമല്ല. എന്റെ സുലോചന ഇവനിപ്പോ പോയാൽ ശരിയാവത്തില്ല. കേസന്വേഷണം പൂർത്തിയാകാത്തതുകൊണ്ട് അവരുടെ കണ്ണിൽ ഇവനിപ്പോഴും കുറ്റവാളിയാ. ഇവൻ നാട്ടിൽ പോയി നിന്നാലേ പോലീസുകാർ വരുമ്പോ ഞാൻ സമാധാനം പറയണ്ടേ? ഓഹോ, അതുകൊണ്ടാണ് നിക്കാൻ പറഞ്ഞത്. കണ്ടല്ലോ സ്നേഹം. ഇനിയും നിനക്ക് അളിയന്റെ കൂടെ നിക്കണോടാ?
സംശയത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി എന്ന് വെച്ച് അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കാനുണ്ടോ? സതിയുടെ മാല പൊട്ടിച്ചത് സുധിയോ സുധിയുടെ ഫ്രണ്ട്സോ അല്ല. ഇന്നോ നാളെ ഫിറോസ് അവനെ പൊക്കും. സാറിരിക്കെ. താങ്ക് യു. ഇരിക്കേ. ഈ ക്രിമിനൽസിനെ തൊട്ടു നോക്കി പിടിക്കാനുള്ള സൗകര്യമൊന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല. അപ്പൊ പിന്നെ കേസന്വേഷണമായിട്ട് കുറെ നിരപരാധികൾ ബന്ധപ്പെട്ടു വരാം. നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ, സഹകരിക്കണം അല്ലേ? മോളെ രാജീവിന് ചായ കൊടുക്ക്. അയ്യോ ഇപ്പൊ വേണ്ടമേ. ഇയാളെന്താ ഈ ബാഗ് തൂക്കി പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നത്? കൊണ്ടകത്ത് വെക്കേ ചെല്ലേ. കേട്ടോ സാറേ, പോലീസിന് ഇവിടെ വരുമെന്ന് പേടിക്കണ്ട. ഞാൻ ഫിറോസിനോട് പറഞ്ഞിട്ടുണ്ട്. 11 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ അറിയട്ടെ. സാറേ ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. മണ്ടത്തരമല്ലേ കാണിച്ചത്? ഈ വക കാര്യങ്ങളൊക്കെ എപ്പോഴും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. രാജീവൻ പറഞ്ഞതാണ് ശരി. ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പ്രോബ്ലമാണ്. സാറ് പറഞ്ഞ് ന്യായീകരിക്കുകയാണോ? പറയുന്ന കാര്യമാണെങ്കിൽ ആര് പറഞ്ഞാലും അംഗീകരിക്കണം. നമ്മളൊക്കെ കടന്നു വന്നിട്ടുള്ള പ്രായമാണെങ്കിലും കൗമാര മനസ്സുകളെ നാം വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. വളരെ കുഴപ്പം പിടിച്ച പ്രായമാണത്. സാമൂഹ്യ വിലക്കുകൾ ലംഘിച്ച് പലതും ചെയ്യാൻ വെമ്പുന്ന പ്രായം. സ്നേഹം കൊണ്ടേ അവരെ മാറ്റിയെടുക്കാൻ പറ്റൂ. മാനസിക പീഡനം തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വർദ്ധിപ്പിക്കുകയുള്ളൂ. സുധിയുടെ കാര്യത്തിൽ പ്രേമേന്ദ്രൻ വളരെ അയഞ്ഞൊരു നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സാറിന് അവൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. സൂചി കയറ്റുന്നിടത്ത് തൂമ്പ കയറ്റുന്ന സൈസ. അയഞ്ഞു കൊടുത്താലേ അവനെന്റെ തലേ കയറും. മിണ്ടാതെയും പറയാതെ ഒരു അകലത്തിൽ നിർത്തിയിരിക്കുന്നുണ്ടാ ഇപ്പൊ അല്പമെങ്കിലും ബഹുമാനമുള്ളത്. അത് ബഹുമാനമാണെന്ന് ആര് പറഞ്ഞു? നമ്മൾ അധ്യാപകരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. കളിയും തമാശയും പറഞ്ഞ് നാം കുട്ടികളോട് കൂടുതൽ അടുത്തിടപഴകിയാൽ ബഹുമാനം കുറഞ്ഞു പോകുമെന്ന് കരുതി കൃത്രിമ ഗൗരവം നടിച്ച് നാം അവരോട് സംസാരിച്ചാൽ അവർക്ക് അധ്യാപകരോട് ഒരുതരം വരുത്തിത്തീർത്ത ബഹുമാനമാണ് തോന്നുക. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് തന്നെ പൊക്കിക്കൊണ്ടുപോകുന്ന രാജീവനോട് സുധിക്ക് തോന്നുന്ന ഉള്ളിത്തട്ടിയ ബഹുമാനമാണ്, തന്നോട് തീർത്താ തീരാത്ത പകയും. അത് ഒരളവ് വരെ സുലോചനയ്ക്കും കാണും. സുധി അവരുടെ സഹോദരനല്ലേ. അതുകൊണ്ടാണ് രാജീവൻ പറഞ്ഞത് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട പ്രോബ്ലമാണ്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ തന്നെ കവിഞ്ഞ് ആരും ഇല്ലാന്ന മട്ടിലുള്ള നടപ്പും സംസാരവും ക്ലീൻ ഇമേജും അതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. ഇതേ ഒരുതരം അസൂയ. ഒരു മിനിറ്റ്, ഞാൻ ഒരെണ്ണം വീശിട്ട് വരാം. വീശി? സ്റ്റുഡൻസ് ആരെങ്കിലും കണ്ട മോശം സാറേ. എടോ, സ്റ്റുഡൻസിന് എല്ലാം അറിയാം ഞാൻ കുടിക്കുമെന്ന്. കുടിക്കാത്ത തന്നോടുള്ളതിനൊക്കെ റെസ്പെക്ട് അവർക്ക് എന്നോടുണ്ട്. ഒരു സിസർ തന്നെ. അയ്യോ, ഇവിടെ നിർത്തോ. ചാടല്ലേ ചാടല്ലേ, വണ്ടി നിർത്തട്ടെ, വണ്ടി നിർത്തട്ടെ. പോയല്ലോ, എന്റെ കൈ മുറിഞ്ഞു. വാ 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 വാ, അമ്മയും മരുമ്പോൾ ഇറങ്ങി വാ. എന്താണ് എന്തിനാ കിടന്ന് വിളിക്കുന്നേ? വാ വാ വാ. നീ എന്താടി പറഞ്ഞത്? അപ്പുറത്തവന്റെ കാല് കഴുകി വെള്ളം കുടിക്കല്ലേ? ആ വെള്ളം കുടിച്ചാലേ ഫിറ്റാവും. ഫിറ്റ് കണ്ടടി, ആ മാന്യന്റെ തനി നിറം ഞാനിന്ന് കണ്ടു. നീ എന്തൊക്കെയാ പ്രേമായി പറയുന്നേ? രാധികയുടെ രാജീവനെ പറ്റി പറയുമ്പോ അമ്മയ്ക്കും മരുമോക്ക് ഒരു മുഴം നാക്കായിരുന്നല്ലോ. ആ സൽസ്വഭാവി മൂക്കറ്റം കുടിച്ച് ബാറിൽ നിന്ന് അടിച്ച് പിരിഞ്ഞു വരുന്നത് ഇന്ന് ഞാൻ കണ്ടു. എടാ, നീ ജനിച്ച പിന്നെ ഇത്ര സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശത്രുക്കളാണെങ്കിലും കുടിക്കുന്നു എന്നറിയുമ്പോ വിഷമിക്കുകയല്ലേ വേണ്ടത്? ഓ, ഇത്രയും വലിയൊരു മനുഷ്യന്റെ മാന്യത തകർന്നു വീഴുന്നത് കാണുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും എന്റെ അമ്മേ. പ്രേമേട്ടനോട് ആര് പറഞ്ഞു ഈ പച്ചക്കള്ളം? കണ്ടോ, ആരും പറഞ്ഞതൊന്നുമല്ല, ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. നീയും കുടിച്ചോ? അമ്മേ, ഞാൻ ഗോമസാറുമായിട്ട് അതിന്റെ വാതിക്ക സംസാരിച്ചോണ്ട് നിന്നപ്പം അവൻ ചുണ്ടും തുടച്ച് ആടി ആടി വന്ന് ബൈക്കിൽ കയറുന്നു. വേറെ എന്തിനെങ്കിലും കയറിയതായിരിക്കും. വേറെ എന്തിനെങ്കിലും ബ്രാൻഡ് ഷാപ്പിൽ കയറി അവരുടെ ചിട്ടിപ്പിരിവുണ്ടോ? നീ അവനെ പറ്റി പൊക്കി പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച അവന്റെ കാര്യം പോക്കാന്നുള്ളത്. ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ടില്ല.
ഇതാരുടെ കണ്ടുപിടുത്തവാ? പ്രേമേട്ടൻ കണ്ടെന്നാ പറഞ്ഞത്. സുലോചനയോടാകുമ്പോ എനിക്ക് പറയാലോ. കഴിഞ്ഞ മാസം രാജേട്ടന്റെ അമ്മാവൻ വന്നപ്പോ ഒരു ബോട്ടിൽ കൊണ്ടുവന്നു. പുള്ളിക്കാരൻ മിലിറ്ററിയില്ല. കമ്പനിക്ക് വേണ്ടി ഒന്ന് കൂടാൻ പറഞ്ഞിട്ട് രാജേട്ടൻ ജന്മം ചെയ്താൽ സമ്മതിക്കില്ല. അവസാനം ഞാൻ കൂടെ നിർബന്ധിച്ചിട്ടാ ശകലം കുടിച്ചത്. എന്നിട്ടെന്താ, അതപ്പ തന്നെ ഛർദ്ദിച്ചു. മദ്യത്തിന്റെ മണം തട്ടിയാ രാജേട്ടൻ നോക്കാനും വരും. രാധിക ഇത് അദ്ദേഹത്തോട് ചോദിക്കണ്ട. പ്രേമേട്ടന് ആള് തെറ്റിയതായിരിക്കും. ചോദിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് രാജേട്ടനെ മറച്ചു വെക്കാന്ന് പറഞ്ഞാ എനിക്കാ വിഷമം. ആ കുടിക്കേ. ഇന്ന് രാധയ്ക്ക് എന്ത് പറ്റി? ഒന്നും പറ്റില്ല. ഇന്ന് ഞാൻ തന്നെ കൊണ്ടുവന്ന് ആക്കണമെന്ന് മോന് നിർബന്ധം. അച്ഛൻ ഞങ്ങൾക്ക് ഇന്ന് ക്രയോൺസ് മേടിച്ചു തരും. ദീപു വന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് പടം വരയ്ക്കാം. ഡാഡി അതെനിക്ക് എപ്പോഴേ മേടിച്ചു തന്നു. അയ്യോടാ. മോൻ അതെടുത്തോണ്ട് പോയി ഈ ചേച്ചിമാരുടെ കൂടെ ഇരുന്ന് വരയ്ക്കണം കേട്ടോ. ഹോസ്കോപ്പിനും കോറക്സും തീർന്നു. പുതിയ സാമ്പിളൊന്നും വന്നില്ലേ? വെറുതെ കിട്ടുന്നാന്ന് വിചാരിച്ച് എപ്പോഴും കൊടുക്കണ്ട. തരാൻ പ്രയാസമാണെങ്കിൽ അത് പറഞ്ഞ പോരെ? അയ്യോ, അതുകൊണ്ടല്ല. മെഡിസിൻസ് അധികം കഴിച്ചാലും കുഴപ്പമാ. മിക്കതും ആന്റിബയോട്ടിക്സാ. രാധികയോട് പറഞ്ഞ ആവശ്യമുള്ളത് വാങ്ങിച്ചോളൂ. ഞാനിപ്പോ വരാം. സാറിന്റെ നിന്ന് നേരത്തെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. മോൻ അറിയോ ഈ അങ്കിളിനെ? അറിയാം, ദുശാസനങ്ങളല്ലേ? അയ്യോ, ആന്റി വിളിക്കുന്നു എന്ന് കരുതി മോൻ അങ്ങനെ വിളിക്കാൻ പാടില്ല. മോൻ കോളേജിലാകുമ്പോ പഠിപ്പിക്കേണ്ട സാറല്ലേ? ഈ സാറെന്നെ പഠിപ്പിക്കണ്ട, ഈ സാറ് തല്ലും. അവിടെ എപ്പോഴും ഈ വഴക്കും സംസാരമൊക്കെ കേട്ടിട്ടാ കുട്ടികൾ ഇതൊക്കെ പെട്ടെന്ന് കാച്ച് ചെയ്യുമല്ലോ. മോഞ്ചല് ഭയങ്കര കുസൃതിയാ. കുട്ടികൾ ഇത്തിരി ഓവർ സ്മാർട്ട് ആവുന്നത് നല്ലതാ. കറക്റ്റ്. മുതിർന്നവർ അത്രയ്ക്ക് അങ്ങോട്ട് ആകരുതെന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? ഞാനും ആ പക്ഷക്കാരനാ. പ്രത്യേകിച്ച് കോളേജ് ലെക്ചർ എന്നൊക്കെ പറയുമ്പോ കുറച്ചുകൂടെ ഡീസന്റ് ബിഹേവിയർ ആളുകൾ പ്രതീക്ഷിക്കും. എന്റെ ബിഹേവിയറിന് ഇപ്പൊ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നൊക്കെ പെണ്ണുങ്ങളോട് പറയുന്നത് ഭയങ്കര ചീപ്പാ. രാധിക ആയതുകൊണ്ട് അത് ഇഷ്യൂ ആക്കിയില്ല. മോക്ക് എന്നെ നന്നായിട്ട് അറിയാം. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ കുടുംബകലഹം ഉണ്ടാവാൻ ഇത് ധാരാളം മതി. ഓട്ടോ അങ്ങനെ അങ്ങ് പോകാതെ. ഈ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരൊക്കെ മദ്യപാനികളാണെന്ന് ഏത് പാഠപുസ്തകത്തിലാണ് സാറേ പറഞ്ഞിരിക്കുന്നത്? വേഗം പോടും. ഈ പരദൂഷണം കോളേജ് ലെക്ചറൊക്കെ ചേർന്നല്ല കേട്ടോ. ചെല്ല്. जयप्रकाश नारायण बिहार की ढाका जिले में सन 1945 में पैदा हुआ है. എന്നെ കാണാമെന്നും പറഞ്ഞ് സാറ് ജയപ്രകാശിനെ അയച്ചോന്നാണ് ഞാൻ വന്നതെന്ന്. 5ാം പാഠത്തിലെ ഹിന്ദി കേൾക്കാനല്ല തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്നാ 6ാം പാഠത്തിലെ പറയാം. ആജ് ഭാരത് കി യുവക് സർക്കാരി നൗകരിക്ക് പ്രതീക്ഷ കർത്തി ഹെ. എനിക്ക് മനസ്സിലായില്ല. സാർ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. എന്നാ തയ്യാറായിക്കോ. കേവൽ ഉൽക്ക പൂൽ കൈ ബാർ ഖീര മൂർച്ഛായ മധുവോं को मकरंद सखाया किंतु असहा है जीवन में बेवकूफ. അയ്യോ, എനിക്കൊന്നും മനസ്സിലായില്ല. നാളെ മുതൽ താൻ ഈ കോളനി ജോലിക്ക് വരണ്ടാന്ന്. സാറിന് നല്ല മൂഡിലാണല്ലോ. എന്തു പറ്റി? തന്നെ പറഞ്ഞു വിടുന്നതിലുള്ള സന്തോഷം കൊണ്ടാ. തന്റെ തന്ത ഗൂർക്ക കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ ഇന്റർകാസ്റ്റ് ഗൂർക്കയായിട്ടും തന്നെ ഞാൻ ഇവിടെ ജോലിക്ക് ഇരുത്തിയത്. ആ സ്നേഹവും ബഹുമാനവും എനിക്ക് എപ്പോഴും സാറിനോടുണ്ടല്ലോ. പക്ഷെ കോളനിക്കാർക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും പോയി. അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ സിനിമാസ്കോപ്പ് പടം പോലെ ഷൈൻ ചെയ്തിരുന്ന ഞാൻ ഇപ്പൊ ഫംഗസ് ഏറിയ കാസറ്റ് പോലെ. നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് തന്നെ പറഞ്ഞു വിടുന്നത്. അതിനോട് എന്ത് സംഭവിച്ചു? കള്ളന്മാരുടെ ശല്യം പെരുകുന്നു. പട്ടാപ്പകല് കോളേജ് കുമാരിമാരുടെ ആഭരണങ്ങൾ പിടിച്ചു പറിക്കുന്നു. പിടിച്ചു പറിച്ചവനെ പിടിച്ചല്ലോ. അത് പോലീസല്ലേ. മാല പൊട്ടിച്ച കാര്യമേ അവൻ സമ്മതിച്ചിട്ടുള്ളൂ. ബാങ്ക് മാനേജറുടെ മതിലിയാടി കാര്യം ഏറ്റിട്ടില്ല. അത് പോലീസുകാരെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. രണ്ട് പൂച്ചൂടെ പൂച്ചിരുന്നെങ്കിൽ അവൻ ഏറ്റനെ. പോലീസിനെ കൊണ്ട് കൊള്ളാത്ത സ്ഥിതിക്ക് ചോറിനെ ഞാൻ തന്നെ പിടിക്കാം. ചോറിനെ പിടിച്ച് താൻ ഉരുട്ടി വിഴുങ്ങും. എപ്പോ? കബ് കഹാ ക്യോ? തീൻമൂർത്തി ഭവൻ. സാർ എനിക്കൊരു 3 മാസം അവധി കൂടി തരണം. അതിനുള്ളിൽ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ഒരു 3 സാർ 3 മാസം അവധി കൂടി തരണം. എന്നിട്ടും പിടിച്ചില്ലെങ്കിലോ? പിന്നെ അങ്ങോട്ട് സമയം കിടക്കില്ലേ? ഇഷ്ടം പോലെ നീട്ടാമല്ലോ. സാധ്യമല്ല. ഹിന്ദി തീരെ അറിയാൻ പാടില്ലാത്ത ഒരു ഗൂർഖ എന്ന നിലയിൽ തനിക്ക് ഞാനൊരു 3 മാസത്തെ സമയം തരും. അതിനുള്ളിൽ കള്ളനെ പിടിച്ചില്ലെങ്കിൽ സിക്കന്ദർക്ക് മുക്കന്ദർ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഹാത്തി മേരെ സാത്തി. ദോസ്തി. കള്ളന്മാരെ പിടിക്കുന്ന കാസറ്റുള്ള വേണോ? കള്ളനെ പിടിക്കുന്ന കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങി. അത് ചുമ്മാ വെറുതെ വെച്ചാൽ മതി. അതിന്റെ പുറത്ത് മരുന്ന് വല്ലതും പുരട്ടണം. അല്ല, ചുമ്മാ ഇങ്ങനെ ഇട്ടാ മതി. കള്ളൻ തട്ടി വീണോളും. അച്ചൂസിക്ക് പോ. ചുമ്മാ നേരെ. അയൽപക്കത്തുകാരൻ ഒരു ഉപദ്രവകാരിയാണെന്ന് സാർ വിചാരിക്കുന്നുണ്ടാവും. സതിയുടെ മാല പൊട്ടിച്ചതിന്റെ പേര് ഞാൻ പെറ്റീഷൻ കൊടുത്തപ്പോ അത് സാറിന് മാനസിക പ്രയാസം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചില്ല. ഓ, അത് സാരമില്ല.
മാനക്കേട് വരുത്തി വെച്ചിട്ട് മാപ്പ് പറയുന്ന അർത്ഥമില്ലെന്നറിയാം. എങ്കിലും പറയാ, ക്ഷമിക്കണം. അവൻ പഠിക്കുന്ന ചെറുക്കനല്ലേ, അതെങ്കിലും സാറിന് ഓർക്കാമായിരുന്നു. അതെ, ഓർക്കാമായിരുന്നു. തെറ്റായിപ്പോയി. ആ ഗ്യാങ്ങിൽ ഇവിടുത്തെ കുട്ടിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ അളിയന്റെ കയ്യിലിരിപ്പും ശകലം മോശ. അതിന് മറ്റുള്ളവരുടെ പുറത്ത് വഴിയാറേണ്ട കാര്യമില്ലല്ലോ. മാല കിട്ടിയോ സാർ? കയ്യിൽ കിട്ടിയില്ല. അതിപ്പോ വെറും മാലയതല്ലോ, തൊണ്ടിയല്ലേ, സമയമെടുക്കും. ആരാ പ്രതി? ഒരു ഇസ്മായില സിറ്റിയിലെ ഒരു ലോഡ്ജ് റൂമിൽ നിന്നാ പിടിച്ചത്. അയാളുടെ ബൈക്ക് എവിടുന്ന് മോഷ്ടിച്ച. ഞാൻ ഇറങ്ങട്ടെ, വരട്ടെ. സുധിയല്ല മോഷ്ടിച്ചെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ.